Cloud Computing, class on Module 1. Another important concept in cloud computing is the implementation level of virtualization. ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സിസ്റ്റത്തിന് ഏത് ലെവലിലുള്ള വെർച്വലൈസേഷൻ ആണ് നമ്മുടെ ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്നത്. മേ ബി അപ്ലിക്കേഷൻ നമ്മൾക്കിപ്പോൾ മേ ബി നമ്മുടെ കയ്യിൽ ഒരു യൂസർക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഈവൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അത് എനിക്ക് അഫോർഡബിൾ അല്ലാത്തത് കാരണം ഞാൻ അത് റെന്റിന് പോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറെ ഞാൻ കോണ്ടാക്ട് ചെയ്യും. ഞാൻ ആ സോഫ്റ്റ്വെയർ മാത്രമായിട്ട് എനിക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി എനിക്ക് കിട്ടും. അതിൽ ആ സോഫ്റ്റ്വെയർ ഞാൻ സ്വന്തമായി മേടിച്ച് എന്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എനിക്ക് വെർച്വലൈസേഷൻ മുഖേന എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അറ്റ് ദ സെയിം ടൈം ഇതേ സോഫ്റ്റ്വെയർ വേറൊരാളും കൂടെ മേ ബി ചിലപ്പോൾ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. വേറൊരാളല്ല, ഒരുപാട് പേര്. അപ്പൊ അങ്ങനെ ഏത് ലെവൽ, അപ്പൊ ചിലപ്പോൾ എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ വേണ്ടി, അഥവാ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ മാത്രമേ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ എനിക്ക് ഒരു സിസ്റ്റം, മൊത്തം സിസ്റ്റം അഥവാ സ്വന്തമായിട്ട് ഒരു ഫിസിക്കൽ സിസ്റ്റം ഉള്ള രീതിയിലുള്ള ഒരു വെർച്വലൈസേഷൻ എനിക്ക് വേണ്ടി വരും. ദാറ്റ് ഈസ് അപ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ. അഥവാ ആ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യണം. അതിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യണം. ആ രീതിയിലുള്ള ഒരു വെർച്വൽ മെഷീൻ എനിക്ക് വേണമെങ്കിൽ അതും എനിക്ക് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരും. ഒരു യൂസർക്ക് ഏത് ലെവലിൽ വേണം എന്നതാണ് ഇംപ്ലിമെന്റേഷൻ ലെവൽ ഓഫ് വെർച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ മെയിൻലി 5 ലെവൽ ഓഫ് വെർച്വലൈസേഷൻ. നമുക്ക് ആ ഒരു ലാസ്റ്റ് ലെവൽ നിന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവൽ, ISA ലെവൽ. അപ്പൊ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇവിടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ, ഓർത്ത് വെക്കുക. ഈ ബേർഡ്, ഡൈനാമോ, ക്വെമി അതെല്ലാം ഓൾ ടുഗദർ വെച്ചിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവൽ ഓഫ് വെർച്വലൈസേഷൻ ഒക്കെ ഇനേബിൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ട് ലെയർ ലെവൽ, ദാറ്റ് ഇസ് HAL ലെവൽ. VMware വെർച്വൽ PC ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലെവലിലേക്ക് നമുക്ക് വെർച്വലൈസേഷൻ എത്തിക്കാൻ പറ്റും. ദിസ് ഇസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ, then library level and then application level. അപ്പം ടോട്ടൽ 5 ലെവൽ ഓഫ് ഇംപ്ലിമെന്റേഷൻ ആണ് വെർച്വലൈസേഷന്റെ അണ്ടറിൽ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവലാണ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ലെവൽ, സ്വന്തമായിട്ടൊരു ഫിസിക്കൽ സിസ്റ്റം കയ്യിലുള്ള പോലെയുള്ള വെർച്വൽ റിയാലിറ്റി നമുക്ക് കിട്ടും. അഥവാ അപ്പൊ നമുക്ക് ആ ലെവൽ നോക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്താ നോക്കാം. ഇതൊരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ level is the abstract model of a computer that defines how the CPU is instructed and controlled by the software. എങ്ങനെ ഒരു CPU വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ പറയുമല്ലോ 84 ആണ് 60, നമ്മൾ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് പോലും ഏത് ലെവലിലുള്ള സെറ്റ് ആണെന്നുള്ള എങ്ങനെ അത് കൺട്രോൾ ചെയ്യണോ, CPU എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള അത്രയും ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാധനമാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. അഥവാ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആ CPU വർക്ക് ആക്കണം. ഓക്കെ, ആ ലെവലിലുള്ള വെർച്വലൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്. സോ ദ ISA ആക്ട് ആസ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് ദ സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഹാർഡ്വെയറും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറും എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ അതിന് ഇൻസ്ട്രക്ഷൻ സെറ്റ് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആണ്. സോ ദിസ് സ്പെസിഫൈയിങ് ബോത്ത് വാട്ട് ദ പ്രൊസസർ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ആസ് വെൽ ആസ് ഹൗ ഇറ്റ് ഗെറ്റ്സ് ഡൺ. എങ്ങനെ ആ പ്രൊസസർ വർക്ക് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ തീരുമാനിക്കും. Okay, so ISA provides the only way through which the user is able to interact with the hardware. അപ്പൊ ഈ ISA മുഖേനയാണ് നമ്മൾ ഹാർഡ്വെയറോട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആ ISAനെ തന്നെയാണ് നമ്മൾ വെർച്വലൈസേഷൻ ചെയ്യാൻ ഈ ലെവലിൽ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ CPU വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വെർച്വൽ റിയാലിറ്റിയെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ISA കാരണം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്.
the ISA defines the following: the set of instruction that the CPU can execute. ആ CPU എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ISA ആണ്. വിച്ച് ഡാറ്റ ടൈപ്പ്, ഏതൊക്കെ ഡാറ്റ ടൈപ്പിൽ ഈ CPU പെർഫോം ചെയ്യണം എന്ന് തീരുമാനിക്കും. The registers that the CPU uses to store data and instructions. The addressing modes that the CPU uses to access memory. The input-output model that the CPU uses to communicate with the devices. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. ആ ഒരു ലെവലിൽ നമ്മൾ വെർച്വലൈസേഷൻ കൊണ്ടുവരുമ്പോഴാണ് അതിന് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവൽ ഓഫ് വെർച്വലൈസേഷൻ എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ, നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു CPU തന്നെ കിട്ടുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഒരു വെർച്വൽ മെഷീനെ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബേസിക് ലെവൽ. ഏറ്റവും താഴത്തെ ലെവലിലുള്ള വെർച്വലൈസേഷൻ ആണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ വെർച്വലൈസേഷൻ. This is the lowest level of virtualization and it involves emulating the instruction set architecture of a different processor on a host machine. നമ്മളെ ഹോസ്റ്റ് മെഷീനിലേക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആണ് ഇമുലേറ്റ് ചെയ്യുന്നത്. ഇമുലേറ്റ് ചെയ്യാൻ മീൻസ്, ഇമൽഷൻ മീൻസ് ഒരു ആ വെർച്വൽ റിയാലിറ്റി കൊണ്ടുവരിക. അഥവാ നമുക്ക് ആവശ്യത്തിലുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് അലൗസ് എ സിംഗിൾ ഹോസ്റ്റ് മെഷീൻ ടു റൺ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ആർ നോട്ട് നോർമലി കോമ്പാക്റ്റബിൾ വിത്ത് ഈച്ച് അതർ. അഥവാ നമ്മുടെ കയ്യിൽ ഒരു ഹോസ്റ്റ് മെഷീനാണുള്ളത്, അതിനൊരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, എങ്കിൽ കൂടിയും ഡിഫറെന്റ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് ഡിഫറെന്റ് സെറ്റ് ആർക്കിടെക്ചർ ലെവൽ കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ കൂടിയും അത് ആ ഒരു ഹോസ്റ്റ് മെഷീനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെർച്വലൈസേഷൻ ആണ്. Cloud computing offers a variety of virtual machine with different ISAs. അപ്പം ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറുള്ള ഡിഫറെന്റ് വെർച്വൽ മെഷീൻസ് ഈ ലെവലിൽ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. Okay, this allows the customers to choose the best VM for their needs based on the software they want to run and the performance they want to achieve. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, അതിന് ഇന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവലുള്ള CPU തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ലെവലിലുള്ള വെർച്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വെർച്വൽ മെഷീനെ നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള വെർച്വൽ മെഷീനെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നെക്സ്റ്റ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ലെവലാണ്, HAL. But this level of virtualization abstract the hardware resources of the host machine from the virtual machines. This allow the virtual machines to run independently of each other to be unaware of underlying hardware. ഹാർഡ്വെയർ ലെവലിൽ ഒരു അബ്സ്ട്രാക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഹാർഡ്വെയർ ലെവൽ അഥവാ ഇൻസ്ട്രക്ഷൻ സെറ്റ് എങ്ങനെയാണ്, എത്ര ബിറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്, ഏത് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഏത് ഡാറ്റ ടൈപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള CPUയുടെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ നമ്മളെത്തുന്ന ഹൈഡ് ചെയ്തിരിക്കും. നമ്മൾക്കൊരു ഹാർഡ്വെയർ എന്തൊക്കെയാണ് ഉള്ളത്, ഏത് ടൈപ്പ് പ്രോസസ്സർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലയന്റിന്റെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ അതിന്റെ മുകളിലുള്ള എല്ലാ ലെവലിലും നമ്മൾക്ക് ഒരു സിസ്റ്റം പോലെ ഒരു വെർച്വൽ മെഷീന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹാർഡ്വെയർ അബ്സ്ട്രാക്ട് ലെയർ ലെവലിലാണ് വെർച്വലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ, the virtual machine is formed at this level which manages the hardware using the virtualization process. It allows the virtualization of each of the hardware components which could be the input output device, memory, the processor, etc. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എങ്ങനെയാണ് ആ പ്രൊസസ്സറിൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലെവൽ നമുക്കറിയില്ല. പക്ഷേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള വെർച്വലൈസേഷൻ നമുക്ക് കിട്ടും. മെമ്മറി വെർച്വലൈസേഷനും നമുക്ക് കിട്ടും, പ്രൊസസ്സറിനെയും നമുക്ക് കിട്ടും. പക്ഷെ ആ പ്രോസസ്സർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഹാർഡ്വെയർ ലെവൽ ഉണ്ടല്ലോ, അത് നമ്മൾ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടൈപ്പ് ഓഫ് ലെവലാണ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ലെവൽ എന്ന് പറയുന്നത്. So the multiple users will not be able to use the same hardware and also use multiple virtualization instance at the very same time. This is mostly used in the cloud-based infrastructure. അപ്പോൾ നമ്മൾക്കിപ്പോൾ നോർമലി ഒരു ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ വെർച്വലൈസേഷൻ ഇൻസ്റ്റൻസസ്, ആ ഹാർഡ്വെയറിന്റെ ഇൻസ്റ്റൻസുകൾ, ഹാർഡ്വെയർ ഒന്നേ ഉള്ളൂ, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ആ ഹാർഡ്വെയർ ഒരു 3 യൂസർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ആ 3 യൂസർക്കും അതിന്റെ ഓരോ ഇൻസ്റ്റൻസ് കിട്ടുന്ന ലെവലിൽ അത് ഒരു വെർച്വൽ മെഷീൻസ് ആയിട്ട് അത് അവിടെ വർക്ക് ചെയ്യും. നെക്സ്റ്റ് ലെവലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ. അതാ കുറച്ചും കൂടെ ഹയർ ലെവൽ. അതാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തൊട്ടിട്ടാണ് വെർച്വലൈസേഷൻ നമുക്ക് കിട്ടുന്നത്.
അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദിസ് ലെവൽ ഓഫ് വെർച്വലൈസേഷൻ ക്രിയേറ്റ്സ് എ ലെയർ ബിറ്റ്വീൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ ഹാർഡ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറും തമ്മിൽ അതിൻ്റെ ഇടയിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തൊട്ടിട്ടുള്ളത് യൂസർക്ക് മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതിന് താഴെയുള്ള ലെവൽസ് ഒന്നും നമ്മൾക്ക് ആ ഒരു ക്ലയന്റിന് അതിനെക്കുറിച്ച് ഒരു അവെയറും ഉണ്ടായിരിക്കില്ല. സോ ദിസ് അലോ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ടു റൺ ഓൺ എ സിംഗിൾ physical machines, each with its own isolated environment. സോ അപ്പോൾ ആ ഒരു ലെയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വിൻഡോസ് വെച്ചിട്ടുള്ള ഒരു മെഷീൻ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അയാൾക്ക് ആ ഒരു വിൻഡോസ് OS യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അല്ല ലിനക്സ് വെച്ചിട്ടാണ് വേറൊരാൾക്ക് വേണമെങ്കിൽ അതും പോസിബിൾ ആണ്. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തൊട്ടിട്ടുള്ള ലെവലുകൾ നമ്മൾക്ക് ഡിഫറെന്റ് വെർച്വൽ മെഷീൻസ് ആയിട്ട് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. In this virtualization, a user installs the virtualization software in the operating system of a system like any other program and utilizes this application to operate and generate various വെർച്വൽ മെഷീൻസ്. അഥവാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മളാണ് ഹോസ്റ്റ് എങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അത് ഡിഫറെന്റ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഡിഫറെന്റ് വെർച്വൽ മെഷീൻസിന് നമുക്ക് യൂസറുടെ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ആ യൂസർക്ക് കൊടുക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി ലെവലാണ്. ലൈബ്രറി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൈബ്രറീസ് ആവശ്യമുള്ള കുറച്ച് ചെറിയ സാധനങ്ങൾ മാത്രം മതി. ഇപ്പം നമ്മളിപ്പോൾ ജാവയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ആഡ് ഓൺ ലൈബ്രറീസ് ഒക്കെ ഉണ്ടാവുമല്ലേ പല സോഫ്റ്റ്വെയറിൽ. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം അത് എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ഓൺ ചെയ്ത് വെക്കും, നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ .NET ഫ്രെയിംവർക്കിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഡിഫറെന്റ് ലൈബ്രറീസ് നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് യൂസ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള ലൈബ്രറീസ് നമുക്ക് ആവശ്യം വരും. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള IT റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലൈബ്രറീസ് ആവശ്യം വരുന്നെങ്കിൽ ആ രീതിയിലുള്ള വെർച്വലൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ടു ആക്സസ് വെർച്വലൈസ്ഡ് റിസോഴ്സസ്, അഥവാ ആ ലൈബ്രറി റിസോഴ്സുകൾ നമുക്ക് പല യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. അത് നോർമലി ആ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ കയ്യിലുണ്ടാവും. അത് ആരാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ ലൈബ്രറി യൂസ് ചെയ്യാവുന്ന ലെവലിൽ വെർച്വലൈസേഷൻ നമുക്ക് തരും. This allow applications to be written to be portable and run on the different virtualized platforms. അപ്പോൾ അങ്ങനെ രീതിയിൽ ആ ഡിഫറെന്റ് വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോമിൽ ഈ ആവശ്യമുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും റൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ പോർട്ടബിലിറ്റി. ഇപ്പോൾ ലൈബ്രറി ലെവൽ വെർച്വലൈസേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു റൺ ആപ്ലിക്കേഷൻ ഓൺ എ വെറൈറ്റി ഓഫ് പ്ലാറ്റ്ഫോം വിത്തൗട്ട് ഹാവിംഗ് ടു മോഡിഫൈ ദ ആപ്ലിക്കേഷൻ ദംസെൽസ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെ മാത്രം എടുത്തിട്ട് പോർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ലൈബ്രറി എടുത്ത് അതിനെ പോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് വേണ്ടാന്ന് പറയുകയും ചെയ്യാം. കോമ്പാക്റ്റബിലിറ്റി. ലൈബ്രറി ലെവൽ വെർച്വലൈസേഷൻ ക്യാൻ ബി യൂസ് ടു റൺ ആപ്ലിക്കേഷൻസ് ഓൺ പ്ലാറ്റ്ഫോം ആൻഡ് ഡു നോട്ട് ഹാവ് എ നാറ്റീവ് പോർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ. അപ്പം നമ്മുടെ കയ്യിൽ അതിന്റെ കറക്റ്റ് ലൈബ്രറി നമ്മുടെ കയ്യിലില്ല, നമ്മുടെ സിസ്റ്റത്തിലില്ല. പക്ഷെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, അതെടുക്കും, അത് യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ആ ലൈബ്രറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള കോമ്പാക്റ്റബിലിറ്റി കിട്ടും. നമ്മൾ റൺ ചെയ്യുന്നു, ആവശ്യം കഴിഞ്ഞാൽ അതിന്റെ ആക്സസിബിലിറ്റി നമ്മൾ വേണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പെർഫോമൻസസ് ഹൈ. നമ്മൾക്ക് ഏത് രീതിയിലുള്ള ലൈബ്രറി ലെവൽ വെർച്വലൈസേഷൻ കൊണ്ടുവന്നാൽ നമ്മളുടെ പല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻ ലെവൽ. വെരി ഈസി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ലെവലാണ്. അഥവാ ആപ്ലിക്കേഷൻ എനിക്ക് ആവശ്യമുള്ള ഒരു യൂസറിന് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നമ്മുടെ പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ accessibility മേടിക്കുക ചെയ്യുന്നത്. ദിസ് ലെവൽ ഓഫ് വെർച്വലൈസേഷൻ ഇസ് മോസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. അപ്പം നമ്മൾക്ക് അതൊരു കണ്ടെയ്നർ പോലെ ഒരു സാധനം തരും. ഇപ്പം നമ്മളൊരു ആവശ്യപ്പെട്ട നമ്മുടെ ആ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും. അപ്പം നമ്മൾക്കത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ത്രൂ നെറ്റ്വർക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ കണ്ടെയ്നേഴ്സ് ആർ ഐസൊലേറ്റഡ് എൻവയോൺമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദ റിസോഴ്സസ് ദാറ്റ് എൻ ആപ്ലിക്കേഷൻ നീഡ്സ് ടു റൺ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ജാവയുടെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ആ ജാവ റൺ ചെയ്യാനുള്ള ആ ഒരു മൊത്തം എൻവയോൺമെന്റ് ഒരു വെർച്വൽ മെഷീൻസ് പോലെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ യൂസർക്ക് കൊടുക്കും. ആ രീതിയിൽ വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് അതിൻ്റെ
പേ ചെയ്തിട്ട് നമുക്കത് വേണ്ടെന്ന് പറയുകയും ചെയ്യാം. ദിസ് അലൗസ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ടു റൺ ദ സെയിം ഫിസിക്കൽ മെഷീൻ വിത്തൗട്ട് ഇന്റർഫിയറിംഗ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഒരു ഫിസിക്കൽ മെഷീനിൽ ഇതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ടാവും. അത് ആവശ്യമുള്ളവർ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് വെർച്വൽ ഇൻസ്റ്റൻസസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് വെർച്വലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നമ്മൾ പ്രോസസ്സസ് ലെവലിലാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ പ്രോസസ് ലെവൽ വെർച്വലൈസേഷൻ എന്നും പറയും. ദിസ് ഓൾ ദ ഇംപ്ലിമെന്റേഷൻ ലെവൽ ഓഫ് വെർച്വലൈസേഷൻ. അപ്പോൾ എത്ര ഇംപ്ലിമെന്റേഷൻ ലെവൽ ഉണ്ട്? 5 ലെവൽസ് ആർ ദർ. ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ലെവൽ, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ലെവൽ, operating system level, library level, and the application level. Very important in the cloud computing virtualization concept. Okay, thank you for watching.